വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീനച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ചട്ടിയിലേക്ക് ഒരു 250 ml ഓയിൽ ഒഴിക്കുക. എണ്ണ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി തിരുമ്മി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചട്ടി നിറയുന്നിടം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. മൊത്തം 1.5 കിലോ മീനാണ് നമ്മൾ അച്ചാറിടാൻ എടുത്തിരിക്കുന്നത്. ചൂരയാണ് മീൻ. അത്യാവശ്യം നല്ല ദശ കട്ടിയുള്ള മീൻ തന്നെ നോക്കിയെടുക്കണേ. വറുത്ത് കോരി മാറ്റി വെച്ച അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം. നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 സ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഇട്ട് അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ അതുപോലെ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 200 ഗ്രാം വീതം വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് 2 തണ്ട് കറിവേപ്പില ഇടുക. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നല്ല രീതിയിൽ ഒന്ന് ജസ്റ്റ് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ കഷ്ണം അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കൂട്ടത്തിൽ വെച്ച് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഓയിലോ അതുപോലെ തന്നെ നല്ലെണ്ണയോ ഒഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഈ ചൂര നല്ല കട്ടിയുള്ള മീനായതുകൊണ്ട് നമ്മളത് പൊടിഞ്ഞു പോവുകയില്ല. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഓയിലും ആയി അതുപോലെ പെട്ടെന്ന് മൂത്ത് വരികയും ചെയ്യും. ഇത് സംഭവം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് മസാല ചേർത്ത് കൊടുക്കാം. മസാല എന്ന് പറയുമ്പോൾ 2 ടേബിൾ സ്പൂൺ സാധാരണ എരിവെള്ള മുളക് പൊടി, അതുപോലെ 2 ടേബിൾ സ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത്, വറുത്ത് പൊടിച്ച ഉലുവയാണ്. പിന്നെ 1 ടീസ്പൂൺ കായം പൊടിയാണ് ചേർക്കുന്നത്. അത്രയും ചേർത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പിക്കിൾ മസാലയും കൂടി ചേർക്കുക, അച്ചാർ പൊടി. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൂട്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ 1/2 ലിറ്റർ വിനാഗിരി ഒഴിക്കണം. തീ കുറച്ച് വെച്ചതിന് ശേഷം വേണേൽ നമ്മൾ ബാക്കി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക, അല്ലെങ്കിൽ മസാല അടിയിൽ പിടിച്ചു പോകും, കട്ട പിടിച്ചു പോകും. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് റെഡിയാക്കി എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ അച്ചാർ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ദിവസം ഇരുന്ന് പിറ്റേ ദിവസത്തേനാണ് ഇത് കൂട്ടാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ ഉപ്പും പുളിയും നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.